ഡിസംബറോടെ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. ദേശീയപാത ഭൂമി ഏറ്റെടുക്കലിനായി ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച സംസ്ഥാനം കേരളമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ഒള്ളൂർക്കടവ് പാലം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ടൂറിസം സാധ്യതകളിലേക്ക് പുതിയ പാലങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തത്ര ഒരു സ്വപ്ന പദ്ധതിയായിരിക്കും. ഇപ്പൊ ഇവിടെ തന്നെയുള്ള ജനക്കൂട്ടത്തെ നിങ്ങൾ നോക്കൂ. ഞാനിത് ഓരോ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് പോകുമ്പോഴും നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ആഘോഷമാണ്. നാട്ടിലെ ജനങ്ങൾ എത്രത്തോളം ഈ പദ്ധതിയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. റോഡിന്റെ ഉദ്ഘാടനത്തിന് ഇത്രയധികം ആളെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് ആളുകൾ ഒന്നാകെ അങ്ങോട്ട് ഇളകി വരികയാണ്. 1200 കിലോമീറ്റർ മലയോര ഹൈവേയുടെ വിവിധ റീച്ചുകൾ പൂർത്തിയാകുകയാണെന്ന് മന്ത്രി പറഞ്ഞു. തീരദേശ ഹൈവേയുടെ പ്രവൃത്തിയും പുരോഗമിക്കുകയാണ്. വിവിധ വകുപ്പുകളുടെ കൂട്ടായ പ്രവർത്തനവും മുഖ്യമന്ത്രിയുടെ ഏകോപനവും ദേശീയപാതയുടെ പ്രവർത്തനത്തെ യാഥാർത്ഥ്യമാക്കിയെന്നും മന്ത്രി പറഞ്ഞു. 2021 മെയ് 20 ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ 5 വർഷം കൊണ്ട് 100 പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചു. അപ്പൊ ഇതൊക്കെ വേഗത്തിലാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേക സംവിധാനം ഈ ഗവൺമെന്റ് വന്നപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് കൊണ്ടുവന്നു. എല്ലാ മാസവും കേരളത്തിലെ വിവിധ ഇടങ്ങളിലെ പാലങ്ങളുടെ പ്രവൃത്തി പരിശോധിക്കാനും ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു യോഗം എന്നുള്ള നിലയിൽ കാര്യങ്ങൾ നടക്കുന്ന സ്ഥിതി, എല്ലാ മാസവും നടക്കുന്ന സ്ഥിതി. 2021 മെയ് 20 അധികാരത്തിൽ വന്ന ഈ സർക്കാർ 5 വർഷം കൊണ്ട് പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചുറി അടിച്ച് 100 തികയ്ക്കണമെന്ന് നിശ്ചയിച്ചെങ്കിൽ 3.25 വർഷം കൊണ്ട് തന്നെ കേരളത്തിൽ 100 പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നതിന്റെ ഭാഗമാണ്. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു. ഒള്ളൂർ ടൗണിൽ നിന്ന് തുടങ്ങിയ ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. ചടങ്ങിൽ MLA-മാരായ KM സച്ചിൻ ദേവ്, കാനത്തിൽ ജമീല തുടങ്ങിയവർ സംബന്ധിച്ചു. ബാലുശ്ശേരി മണ്ഡലത്തിലെ ഉള്ളേരിയെയും കൊയിലാണ്ടി മണ്ഡലത്തിലെ ചെങ്ങോട്ടുകാവിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഒള്ളൂർക്കടവ് പാലം. 2009 പാലത്തിനായുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചത്. 18.99 കോടി രൂപ ചെലവിലാണ് പാലം പണി പൂർത്തീകരിച്ചത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.